കഴിഞ്ഞ ദിവസം പള്ളിയിലേക്കൊരു വാപ്പ വന്നിട്ട് വളരെയേറെ വിഷമത്തോടെ എന്നോട് പറഞ്ഞു, ഉസ്താദ് ദുആ ചെയ്യണം, എൻ്റെ മക്കളെയൊക്കെ കെട്ടിച്ചു വിട്ടെടുത്തൊന്നും സന്തോഷമില്ല, വളരെ പ്രയാസമാണ്, അവരൊന്ന് സന്തോഷത്തോടെ ജീവിച്ച് കാണണം ഉസ്താദെ. ഈ നിറകണ്ണുകളോടെ ആ വാപ്പ പറയുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളിത് കേൾക്കുമ്പോൾ ആ പാവപ്പെട്ട മനുഷ്യൻ, അതുപോലെ ഒരുപാട് മനുഷ്യന്മാർ, ഓരോ വാപ്പയും ഉമ്മയും തൻ്റെ മക്കളുടെ ജീവിതം സന്തോഷത്തോടെ കാണാൻ ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ചെറുപ്പക്കാരൊക്കെ എൻ്റെ ഈ ശബ്ദം ശ്രവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ചിന്തിക്കണം, നിങ്ങളൊക്കെ കുറച്ച് സന്തോഷത്തിൻ്റെ പുറകിലേക്ക് പോകുമ്പോൾ ഉമ്മയെയും വാപ്പയെയും വലിച്ചെറിയുന്ന ഒരവസ്ഥ ഇന്ന് ധാരാളം കാണാറുണ്ട്. അതൊരിക്കലും പാടില്ല. സൃഷ്ടാവിൻ്റെ തൃപ്തി എന്ന് പറയുന്നത് ഉമ്മാടെയും വാപ്പാടെയും തൃപ്തിയിലാണ്. അവരെ സന്തോഷിപ്പിച്ചില്ലെങ്കിൽ പ്രശ്നമാണ്. അതുകൊണ്ട് അത്തരം വേദനിക്കുന്ന മാതാപിതാക്കളുടെയൊക്കെ ജീവിതത്തിൽ അവരുടെ മക്കളെ കൊണ്ട് അള്ളാഹു സന്തോഷം നൽകുമാറാകട്ടെ. നമ്മൾക്ക് അങ്ങനെ ദുആ ചെയ്യാം. ഞാനിത് പറയാൻ കാരണം, ഇതൊക്കെ പറയുമ്പോഴും ഒരു ഭാഗത്ത് സന്തോഷമുള്ള കാഴ്ചകളും കാണുന്നുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം കണ്ടൊരു കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഒരു മകനെ വളർത്തുന്നതിൽ അവർ സഹിച്ച ത്യാഗങ്ങൾ എത്രയാണ്. വളർത്തി വലുതാക്കി ഒരു നിലയിലേക്ക് എത്തുമ്പോൾ ആ മകൻ്റെ ആ പഠനത്തിൻ്റെ അവസാന നിമിഷം ആ മകൻ ആദ്യം സല്യൂട്ട് ചെയ്യുന്നത് തൻ്റെ ഉമ്മാടെയും വാപ്പാടെയും മുന്നിലാണ്. ഇത് കണ്ടു നിന്ന് അവരുടെ ഹൃദയം എത്രത്തോളം സന്തോഷം കൊണ്ട് നിറഞ്ഞിട്ടുണ്ടാകും. കണ്ണിൽ നിന്നൊഴുകുന്ന കണ്ണുനീരും സന്തോഷത്തിൻ്റേതാണ്. തലയിലിരിക്കുന്ന തൊപ്പി പോലും എടുത്ത് വാപ്പാടെ തലയിലേക്ക് വെക്കുന്ന നിമിഷം, രണ്ടുപേരെയും ചേർത്തണക്കുന്ന നിമിഷം, ഇതുപോലെയാണ് ഓരോ മാതാപിതാക്കളും മക്കളിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ടുള്ളത്. ഒരുപാട് സമ്പത്തൊന്നും കൊടുക്കണം, അല്ലെങ്കിൽ അത് വേണം എന്നൊന്നുമല്ല അവരാഗ്രഹിക്കുന്നത്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മളൊന്ന് വിളിക്കണം, അല്ലെങ്കിൽ ഒന്ന് പോയി കാണണം. പ്രിയപ്പെട്ടവരെ, ഇതൊരു വലിയ തൗഫീഖാണ്. ഉള്ളപ്പോഴേ അതിൻ്റെ വിലയറിയൂ. ആ വാപ്പ വന്ന് എന്നോട് ഈ കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ വലിയ വേദന തോന്നി. ഈ വിഷയം ഒന്ന് പറഞ്ഞു പോയതും അതുകൊണ്ട് തന്നെയാണ്. അല്ലാഹു തആല നമ്മളുടെയൊക്കെ ജീവിതത്തിൽ സന്തോഷം നൽകട്ടെ. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം.